വിപ്ലവകാരികളും പ്രണയികളും ഇങ്ങനെ അടിമുടി റിബല്യസായ മനുഷ്യരുമൊക്കെ എന്തോ ചില അംശങ്ങൾ അവനിൽ നിന്ന് ഇപ്പോഴും കണ്ടെത്തുന്നുണ്ട്, അവനെ മനസ്സുകൊണ്ട് പ്രണമിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ദിവസം തങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്നും തങ്ങൾക്ക് ഈ പ്രപഞ്ചത്തോട് വളരെ ഗൗരവമായ ഉത്തരവാദിത്വമുണ്ടെന്ന് പിടുത്തം കിട്ടിയ മനുഷ്യർക്ക് എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുക? ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. റൂമി നമുക്ക് പരിചയമുള്ളൊരു നാമമാണ്. അതിന് ഒരു കവിതയോ ഒരു ഉദ്ധരണിയോ ഒക്കെ വായിക്കാതെ ഒരു മലയാളിയുടെ ഒരു ദിവസം കടന്നു പോകുന്നില്ല. ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട്. ദുഃഖവെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ അത്തരം ചില പോസ്റ്ററുകളൊക്കെ കണ്ടിരുന്നു. ഇങ്ങനെ മുറിവ് ഇങ്ങനെ പ്രകാശത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ജാലകമാണെന്നൊക്കെ ഉള്ള മട്ടിൽ വലിയ ആന്തരികതയുടെ ഒരു കൈമാറ്റക്കാരനായിരുന്നു റൂമി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവുണ്ട്. ഗുരുവും ആത്മമിത്രം എന്നൊക്കെ കരുതേണ്ട ഒരാൾ. ഷംസ് എന്ന് പറയുന്ന വളരെ പ്രകാശമുള്ളൊരു മനുഷ്യനാണ്. ഇത്രയും കവിതകളോ ഇത്രയും സഞ്ചാരങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ട് അത്രയും ആ നാമം പരാമർശിക്കപ്പെടുന്നില്ല, ഓർമ്മിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ശരി. എന്തോ ചില കാരണങ്ങൾ കൊണ്ട് വല്ലാതെ പിണഞ്ഞ, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിധത്തിൽ പിണഞ്ഞു പോയ ഈ ഒരു രണ്ട് ആത്മാക്കൾക്ക് പിരിയേണ്ടതായിട്ട് വന്നു. പിന്നീട് റൂമി ദുഃഖിതനാണ്. എവിടെയൊക്കെ വെച്ച് ഈ ഷംസിനെ കണ്ടു എന്നൊക്കെ ആരൊക്കെയോ വന്ന് റൂമിയോട് പറയാറുണ്ട്. ഒരു ദിവസം ഇങ്ങനെ തൻ്റെ വിസ്തയാത്ര കഴിഞ്ഞ് വരുന്ന ഒരു സഞ്ചാരി പറഞ്ഞു, ഇങ്ങനെ മെക്കയിൽ വെച്ച് ഞാൻ ഈ ആചാര്യനെ കണ്ടു, ഷംസിനെ കണ്ടു. റൂമി അയാൾക്ക് തൻ്റെ വിലപിടിപ്പുള്ള ആ ഉത്തരീയം, ആ കുപ്പായം അയാൾക്കിങ്ങനെ തൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് കൈമാറുകയാണ്. അത് നുണയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പറഞ്ഞയാളുടെ ഒരു ശരീരഭാഷയിൽ പോലും അത് നുണയാണെന്നുള്ളതിൻ്റെയൊക്കെ സൂചനകളുണ്ട്. അയാൾ മാറിപ്പോയി കഴിയുമ്പോൾ ഈ കൂടിയിരിക്കുന്നവർ പറഞ്ഞു, അത് നുണയാണ് നിങ്ങൾക്കറിയാത്തത് കൊണ്ടല്ലല്ലോ, എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ആ ഉത്തരീയം അയാൾക്ക് സമ്മാനിച്ചത്? റൂമി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒരു നുണയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ഉത്തരീയം കൊടുക്കാൻ തയ്യാറായി, ഒരു നേരിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കൊടുക്കുകയും ചെയ്യും. വലിയ നേരുള്ള മനുഷ്യരുടെ പേരാണ് ഈ ഗുരുക്കന്മാരെന്ന് പറയുന്നത്. സ്വയം നേരാണെന്ന് പറഞ്ഞ ഒരാളെന്ന നിലയിലാണ് നമ്മൾ യേശുവിനെ പരിചയപ്പെടുന്നത്. ആ നേരിനെ പിടുത്തം കിട്ടിയ മനുഷ്യർ അവൻ്റെ കാൽപാദങ്ങളിൽ മേരി ഉടച്ച ആ പരിമളതൈല ഭരണി കണക്ക് തങ്ങളുടെ ജീവിതം ഉടച്ചു കളയാനായിട്ട് ആഗ്രഹിച്ചു. എന്താണ് അവരവനിലേക്ക് ആകർഷിക്കുന്നുള്ളത് പറഞ്ഞ് നിർവചിക്കാനാവാത്ത ഒന്നാണ്. ഈ കടപ്പുറത്തൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മൾ കേട്ടുള്ള കണക്കാണ്. കടപ്പുറത്താണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ടൊരു പള്ളി, മാതാവിന് വേണ്ടിയുള്ള പ്രതിഷ്ഠയുള്ളൊരു പള്ളിയാണ്. തിരുനാളൊക്കെ വളരെ കേളി കേട്ടതാണ്. ആ ദിവസങ്ങളിൽ ഇങ്ങനെ കിഴക്ക് നിന്നൊക്കെ ഒത്തിരി കുടുംബങ്ങൾ വരും. പള്ളിയിലൊക്കെ പോയി പുറത്ത് വന്നിട്ട് അവർ ഈ കടലോരത്തേക്ക് വരും. ചെറുതായിട്ടൊന്ന് കടലിറങ്ങാനും കുളിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ ഈ വല കെട്ടുന്ന കാരണന്മാർ പറയും, ദേ കുഞ്ഞുങ്ങളെ വെള്ളത്തിലിറക്കരുത് കേട്ടോ. നമ്മൾ അതിനോട് തർക്കിക്കും, കുഞ്ഞുങ്ങളിപ്പോൾ ഇറക്കിയ എന്താ, ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ. അവർ കാര്യമായിട്ട് അതിനകത്ത് പിന്നെ വിശദീകരണങ്ങളോ തർക്കങ്ങളോ ഒന്നും പറയില്ല. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നതിനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞ് കേട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ്. ഈ കടലിന് വല്ലാത്തൊരു ആകർഷണം ഉണ്ടെന്ന് പറയുക. കടലിന് മാത്രമല്ല, എല്ലാ അളവിലും ഏതൊക്കെ അനുഭവത്തിലുള്ള ജലരാശികൾക്ക് ഈ ആകർഷണത്തിൻ്റെ ഒരു വല്ലാത്തൊരു കാന്തിക സ്വാധീനം ഉണ്ടെന്ന് പറയുക. അതിങ്ങനെ കാവൽമാലാഖന്മാർ പിടിച്ച് പുറകോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കടൽ കൊണ്ടുപോകും. ഉള്ളിലേക്ക് വിളിക്കുന്ന, ഉള്ളിലേക്ക് ക്ഷണിക്കുന്ന അപ്രതിരോധമായ ഒരാകർഷണം ഈ ജലരാശികൾക്കുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണമുണ്ട്.
ആചാര്യൻ, ഗുരു ഈ വക്കോളം ജലരാശിയുള്ള മനുഷ്യനായതുകൊണ്ടായിരിക്കണം അവൻ്റെ പരിസരങ്ങളിലേക്ക് എത്തിയ, അവനെക്കുറിച്ച് കേട്ടറിഞ്ഞ മനുഷ്യരൊക്കെ ഇങ്ങനെ പല വോക്സ് ഓഫ് ലൈഫിലുള്ള മനുഷ്യർ ഇങ്ങനെ അവനിലേക്ക് പെട്ടുപോവുകയാണ്. നമുക്കറിയാം, യേശു മടങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പേ ഇതുമാത്രം പേരാണ് അവനിലേക്ക് വന്ന് തങ്ങളെ തന്നെ അർപ്പിക്കുന്നത്. യേശു ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഏറ്റവും നല്ല സൂചനയായിട്ട് ഞാൻ ഗണിക്കുന്നത് 2000 വർഷം മുമ്പ് കടന്നുപോയ ഒരാൾക്ക് വേണ്ടി ഇപ്പോഴും എന്തുമാത്രം മനുഷ്യരാണ് തങ്ങളുടെ ജീവിതം ഇങ്ങനെ അർച്ചനയായിട്ട് നൽകുന്നത്. എന്തുമാത്രം അവന് നിരക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി തങ്ങളെ തന്നെ കൈമാറുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു റിട്രീറ്റ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു 10-24 വയസ്സുള്ള സ്ത്രീയെന്നോ പെൺകുട്ടിയെന്നൊക്കെ വിളിക്കാവുന്ന ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ നാളെ ഇങ്ങനെ മിഷന് പോവുകയാണ്, അരുണാചലിലോ മിസോറാമിലോ ഒക്കെ, പ്രാർത്ഥിക്കണേ. അപ്പോൾ ആ മഠത്തിലൊക്കെ ചേരാനായിട്ടുള്ളൊരു കുറച്ചുകൂടി ഒരു ചെറിയ പ്രായമാണ്, കുറച്ചൊരു മുതിർന്ന പ്രായമുള്ളതുകൊണ്ട് ഞാൻ അവളോട് ചോദിച്ചത്, കുറച്ചൊരു ലേറ്റായിട്ടുണ്ടായൊരു പ്രചോദനമാണല്ലോ ഇത്. അപ്പോൾ അവളിങ്ങനെ അതിൻ്റെ കഥ പറഞ്ഞു. അങ്ങനെയല്ല, ഹൈസ്കൂൾ തൊട്ട് ഇതിലേക്കൊക്കെ തന്നെ തിരിയണമെന്ന് തന്നെ കരുതിയതാണ്. 10 കഴിയുമ്പോൾ അതിനുവേണ്ടി വീട്ടിൽ ആവശ്യപ്പെട്ടു. വീട്ടുകാർ പറഞ്ഞു പഠനം കുറച്ചുകൂടി മുമ്പോട്ട് പോകട്ടെ, +2 പ്രീ ഡിഗ്രി, ഇപ്പോൾ കൃത്യമായിട്ട് അത് ഓർക്കുന്നില്ല. പിന്നെ അത് കഴിയുമ്പോൾ ഡിഗ്രി എടുക്കാൻ പറയുന്നു, ബിടെക് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി ചെയ്യുന്നു, MTech ചെയ്യുന്നു. ഇപ്പോൾ നമുക്കറിയാവുന്നൊരു കോളേജിൽ അധ്യാപിക. ഞാൻ ചോദിച്ചു, ഇപ്പം എങ്ങനെ ഈ കാര്യങ്ങൾ വീട്ടുകാരെ കൺവിൻസ് ചെയ്യിപ്പിച്ചു? അപ്പോൾ അവളൊരു ചിരിയോടുകൂടി പറഞ്ഞു, കുസൃത പറഞ്ഞു, അന്നാഹസേരയായിട്ടൊരു വഴി കാണിച്ചു. അന്നാഹസേരയോ? ആ ദിവസങ്ങളിൽ നിങ്ങളൊരു വിഷയം ഓർക്കുന്നുണ്ടാവും, ബോംബെയിൽ അന്നാഹസേര എന്ന് പറഞ്ഞൊരു ഗാന്ധിയൻ ഒരു നിരാഹാര സമരം ആരംഭിച്ചു. അല്ല, ചില ആവശ്യങ്ങളൊക്കെ വെച്ചു. അതിനകത്ത് വഴങ്ങിയില്ലെങ്കിൽ താൻ മരിക്കുവോളം ഇങ്ങനെ പട്ടിണി കിടക്കാൻ പോവുകയാണെന്നൊക്കെ അയാൾ ഡിക്ലെയർ ചെയ്യുകയും ദേശത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ അയാളിലേക്ക് വരികയും പിന്നീട് നമ്മൾ കേജ്രിവാൾ എന്നൊക്കെ പറയുന്ന വ്യക്തികളൊക്കെ ആ ദിവസങ്ങളിലാണ് ഒരുപക്ഷെ ഇന്ത്യയുടെയൊക്കെ ശ്രദ്ധ നേടുന്നത്. ഇതിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു നമുക്കറിയാം. അപ്പോൾ ഈ അനാഹസര വഴി കാണിച്ചു പറഞ്ഞ അർത്ഥത്രേ ഉള്ളൂ, അവൾ വീട്ടിൽ പട്ടിണി കിടക്കാൻ തോന്നി. ഈ ഒരു പ്രത്യേക കാര്യത്തിന് സമ്മതിച്ചില്ലെങ്കിൽ താൻ പട്ടിണി കിടന്ന് മരിക്കും എന്നുള്ള മട്ടിൽ അവൾ വളരെയേറെ വാശിയോട് പറഞ്ഞപ്പോൾ പിന്നെ വേറെ വഴിയില്ല വീടിനകത്ത്. കാര്യം കുസൃതിയായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും നമുക്കതിനെ അത്ര കുസൃതിയായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇവൾ പോയിക്കോട്ടെ അച്ഛ എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നു. എൻ്റെ കൂടെ നിൽക്കുന്നൊരു വ്യക്തി, അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ കൈക്ക് ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛ, യേശു ജീവിക്കുന്നുള്ളതിന് വേറെ എന്തെങ്കിലും തെളിവ് വേണോ? ആ അന്നാഹസേരയായിട്ട് വഴി കാണിച്ച ആ പെൺകുട്ടി അല്ലാതെ. ജൂൺ മാസമൊക്കെ വരികയാണ്. ഇപ്പോഴും ഈ പറഞ്ഞ കാര്യമായിട്ടൊരു നിറവോ ഭംഗിയോ ഇല്ലാത്ത സന്യാസ ജീവിതത്തിൻ്റെ ശൈലികളിലേക്കോ അല്ലെങ്കിൽ വൈദിക ജീവിതത്തിൻ്റെയൊക്കെ വഴികളിലേക്കൊക്കെ ഈ ചെറുപ്പക്കാരും പെൺകുട്ടികളുമൊക്കെ ഒരു വെള്ള വസ്ത്രമൊക്കെ ചുറ്റി കയ്യിലൊരു എയർ ബാഗോ ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മുടെ ആശ്രമത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ മഠങ്ങളുടെയൊക്കെ ഇങ്ങനെ സന്ദർശക മുറിയിലിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് വേണോ അവിടെ നിന്ന് ജീവിക്കുന്നില്ല എന്നുള്ളത്? ആരെങ്കിലും ഒരാൾ മരിച്ചുപോയൊരു കാരണത്തിന് വേണ്ടിയോ മരിച്ചുപോയൊരു വ്യക്തിക്ക് വേണ്ടിയോ തങ്ങളുടെ ചടുലമായ യൗവനം ഇങ്ങനെ കൈമാറ്റം ചെയ്യുമെന്നോ അർപ്പിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ ഏതൊരു കാലത്തിലും ഈ അടിമുടി ജലരാശിയുള്ള ഈ മനുഷ്യൻ ഇങ്ങനെ കാലത്തെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുക. ജീവിച്ചിരുന്നപ്പോൾ അവനിലേക്ക് പെട്ടുപോയ മനുഷ്യരെക്കാൾ എത്രയോ മടങ്ങാണ് അവൻ്റെ ഒരു കടന്നുപോകലിന് ശേഷം ഈ ഭൂതലം മുഴുവൻ സംഭവിച്ചിട്ടുള്ളത്. യേശു തന്നെ ഏതോ ഒരു നിമിഷത്തിൽ അത് പറയുന്നുണ്ട്, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ ഭൂമി എന്നിലേക്ക് ആകർഷിക്കും. ആരൊക്കെയാണ് അവൻ്റെ ആകർഷത്തിൽ പെടാതെ പോകുന്നത്? എല്ലാവരും. ആർക്കും അവനോട് ബുദ്ധിമുട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു ക്രമത്തെ റെപ്രസെൻ്റ് ചെയ്യുമെന്ന് കരുതുന്ന ആ ഒരു സഭാഗാത്രത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ മാത്രമായിരിക്കും. യേശു വളരെ കൺവിൻസിങ് എല്ലാവർക്കും. വിപ്ലവകാരികളും പ്രണയികളും ഇങ്ങനെ അടിമുടി റിബല്യസായ മനുഷ്യരുമൊക്കെ
എന്തോ ചില അംശങ്ങൾ അവനിൽ നിന്ന് ഇപ്പോഴും കണ്ടെത്തുന്നുണ്ട്, അവനെ മനസ്സുകൊണ്ട് പ്രണമിക്കുന്നുണ്ട്. അങ്ങനെ വല്ലാത്ത അവൻ്റെ ആകർഷണത്തിൽ പെട്ടുപോയ 3 ചെറുപ്പക്കാരോട് അവിടുന്ന് കൊടുത്തൊരു 3 മുന്നറിയിപ്പുകൾ നമുക്കൊന്ന് ഈ രാത്രിയിലെ ആ പ്രാർത്ഥനയുടെ ഒരു വിഷയമാക്കാമെന്ന് കരുതുക. 3 പേർ അവനിലേക്ക് എത്തുക. നാം പറഞ്ഞു, എവിടെയാണ് നിൻ്റെ വീട്? യേശു പറഞ്ഞു, എനിക്ക് വീടില്ല. കുരുവിക്കും കുറുനരിക്കുമൊക്കെ ഇങ്ങനെ മാളവും കൂടുമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് വീടില്ല. മനുഷ്യപുത്രന് വീടില്ലെന്ന് പറഞ്ഞൊരു വാക്ക് നമ്മുടെ നാട്ടിലൊരു വളരെ പ്രശസ്തമായൊരു നാടകഗാനമൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പിന്നെ പാമ്പുകൾക്ക് മാളമുണ്ടെന്നൊക്കെ പറഞ്ഞൊരു പാട്ട്. അത്രയും ഒരു പക്ഷേ ഈ നാടിൻ്റെയൊക്കെ ഭാവനയിൽ കിടക്കുന്നൊരു വാക്കായി ഇത്. മനുഷ്യപുത്രന് തലചായ്ക്കാനിടവില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വസ്ഥതയില്ലായ്മയെക്കുറിച്ച് യേശു പറയുന്നത്? ആ ദിവസത്തിൽ ഈ വീടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ സ്വസ്ഥതയില്ലാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളത് ഉൽപ്പത്തിയോട്ട് വായിക്കുന്നുണ്ട്. ദൈവം കായനോട് പറയുന്നുണ്ട്, നീ അലയുന്നവനായിരിക്കും. ആ വാക്കിൻ്റെ അർത്ഥം വിൽ ബി റെസ്റ്റ്ലെസ് അണ്ടിൽ ഡെത്ത്. അവനിലേക്ക് എത്തുന്ന മനുഷ്യർക്ക് ഈ സ്വസ്ഥമായിട്ടിരിക്കാനായിട്ടുള്ള കാരണങ്ങൾ തീരെയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു സൂചന, ഒന്നാമത്തെ ഒരു മുന്നറിയിപ്പ്. ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട്, വീടിനകത്ത് ഇങ്ങനെ ജ്യേഷ്ഠൻ ട്യൂഷനൊക്കെ നടത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കൂടുതലും വരുന്നത് പെൺകുട്ടികളാണ്. ക്ലാസ്സൊക്കെ പിരിഞ്ഞ് അവർ മടങ്ങുമ്പോഴേക്കും ഒരു 7 മണിയൊക്കെ ആവും. അപ്പോൾ വലിയ ദൂരത്തു നിന്നൊക്കെ കുട്ടികളുണ്ട്. ഞങ്ങളൊരു വീടും ദൂരെയുള്ളൊരു ക്ഷേത്രത്തിനിടയിലായിട്ട് ഇങ്ങനെ നല്ല ദൂരമുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ പിന്നാലെയായിട്ട് ഒരു 19 വയസ്സൊക്കെ എന്നുള്ള ഒരു ആളിങ്ങനെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ പുറകെ പോകുന്നുണ്ട്. കുട്ടികൾ അതിനെക്കുറിച്ച് തെല്ലൊരു ആശങ്കയോടെ ഭയപ്പാടോടെ വീട്ടിൽ പറഞ്ഞിങ്ങനെ ഒരാൾ ഞങ്ങളെ പിന്തുടരുന്നുണ്ട്. നാട്ടുകാർ ഈ മനുഷ്യനെ ഒന്ന് നേരിടാൻ തന്നെ തീരുമാനിച്ചു. അയാളെ ഇങ്ങനെ വളഞ്ഞു നിർത്തി, നീ എന്തിനാണ് ഈ പിള്ളേരുടെ പിന്നാലെ പോകുന്നതൊക്കെ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ഈ പത്രമൊന്നും വായിക്കാറില്ലേ? പത്രത്തിൽ ഇപ്പോൾ എന്താ ഇത്രയും വിശേഷാലുള്ളത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഈ പറഞ്ഞ ആ ജിമ്മി സാറിൻ്റെ വീടിനും ആ പാട്ടുകളും ക്ഷേത്രത്തിനും ഇടയിലായിട്ട്, ഞാനിപ്പോൾ അതിൻ്റെ കണക്കൊന്നും ഓർക്കുന്നില്ല, ഇത്രയും കലുങ്കുകളുണ്ട്, ഇത്രയും കാവുകളുണ്ട്, ഇത്രയും കള്ളുഷാപ്പുകളുണ്ട്, 2 തുറസായ ഇടങ്ങൾ, 2 മൈതാനങ്ങളുണ്ട്. എനിക്ക് പേടിയാണ് അവസാനത്തെ കുട്ടി വീട്ടിലെത്തുക എന്നുള്ളത്. തെല്ലൊന്ന് ഉരസി തുടങ്ങിയത് കൊണ്ട് അത്ര വേഗത്തിൽ പുറകോട്ട് മാറുക എന്നുള്ളത് ഈ ഒരു തർക്കത്തിൻ്റെ ഒന്നും രീതിയല്ല. അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് നാട്ടുകാരയാളോടൊന്ന് ഉരഞ്ഞു നിന്നു. അതിനെന്താണ്, നിൻ്റെ കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ ആദ്യം അവസാനമായിട്ട് ഈ കഥയിൽ പുഞ്ചിരിച്ചു. എന്നിട്ട് അയാൾ ചോദിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളല്ല, എൻ്റെ കുഞ്ഞുങ്ങളല്ല. ഇത്തരം മനുഷ്യരാണ് യേശു പറഞ്ഞ വീടില്ലാത്ത മനുഷ്യരാണ്. അവർക്ക് സ്വസ്ഥത ഉണ്ടാകുന്നില്ല. ഒരു പ്രത്യേക ദിവസം തങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്നും തങ്ങൾക്ക് ഈ പ്രപഞ്ചത്തോട് വളരെ ഗൗരവമായ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പിടുത്തം കിട്ടിയ മനുഷ്യർക്ക് എങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുക? ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ചെറിയ ചെറിയ ഒത്തുചേരൽ പറയുന്ന ഒരു വിചാരമുണ്ട്, ഇങ്ങനെ ഒരു കോസ്മിക് പേഴ്സൺ ആവുക എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു കഷ്ണമായിട്ട്, ഒരു സ്ലൈസായിട്ട് നിങ്ങളെ പിടുത്തം കിട്ടുന്നൊരു ദിവസം ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളെ അലട്ടും. അത് പല രീതിയിലാണ് മനുഷ്യരാ. കോഴിക്കോട് ഒരിടത്തൊരു തീരദേശത്ത് ഇങ്ങനെ ഈ കടലാമകളുടെ മുട്ടകൾക്ക് വേണ്ടി കാവലിരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. കൃത്യമായി പണിക്ക് പോയില്ലെങ്കിൽ വീടിനകത്ത് കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാകുന്ന പശ്ചാത്തലമുള്ള ഈ ചെറുപ്പക്കാരെന്തിനാണ് ഈ കടലാമയുടെ മുട്ടകൾ വിരിയുന്നതെന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്? കാരണം മനുഷ്യർക്ക് എന്തും കഴിക്കാനുള്ള വസ്തുവായിട്ടാണല്ലോ പലപ്പോഴും തോന്നുന്നത്. ഈ മുട്ടയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനകത്തുനിന്ന് ഈ പറഞ്ഞ ഈ കടലാമയോ അതിൻ്റെ ആ ഒരു വംശത്തെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇവരിങ്ങനെ ജോലിക്ക് പോകാതെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ഈ മനുഷ്യരെയൊക്കെ വാസ്തവത്തിൽ ഈ കൃത്യമായ ആ ഒരു കോസ്മിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന, പ്രാപഞ്ചികം എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാനൊരു ബോധത്തിലേക്ക് ഉണർന്ന നിഷയുടെ കാര്യത്തൊക്കെ സംഭവിച്ച കണക്കാ. നിഷ ഇങ്ങനെ ടൂറിൽ ഒരു വ്യക്തിയുടെ അതിഥിയായിട്ടൊക്കെ പാർക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ടു ഒരു കുതിരയെ ഇങ്ങനെ അതിൻ്റെ ഒരു ഉടമ
ഇങ്ങനെ വല്ലാതെ പ്രഹരിച്ചുകൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ്റെ മീതെയുള്ള നിയന്ത്രണം വിട്ടുപോവുകയും ആ കുതിരയുടെ മീതെ ചെന്ന് കിടന്ന് അടിയിൽ നിന്ന് ഈ കുതിരയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ പേരിൽ അതിൻ്റെ ഉടമയോട് കലഹിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ തെരുവിൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ഈശോ പോലീസൊക്കെ ഇടപെട്ടതാണ്. അപ്പോൾ ഒരു കുതിരയ്ക്ക് തെരുവിൽ പ്രഹരമേൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വേദനിക്കുന്നത്? ആ ദിവസമാണ് നീഷെ ഇങ്ങനെ കൃത്യമായ ഉന്മാദത്തിൻ്റെ ഒരു ഇരയായിട്ട് മാറിയത്. പിന്നീടുള്ളൊരു 11 വർഷക്കാലം ഈ മനുഷ്യൻ ചെറിയ ഇടവേളകൾ ഒഴിച്ച് ഇങ്ങനെ അസൈലങ്ങളിലായിരുന്നു. അപ്പോൾ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു വിചാരമായത്. പക്ഷെ ആ ഭ്രാന്തിനകത്ത് ഒരു സുബോധമുണ്ട്. എല്ലാവരാണെന്നൊക്കെ ഉള്ളൊരു ബോധത്തിൽ മിന്നൽ വെളിച്ചം കിട്ടിയ മനുഷ്യർക്ക് ഈ സ്വസ്ഥമായിട്ടിരിക്കാനായിട്ടുള്ള ഒരു അവകാശമില്ല. ഇതൊക്കെ കൃത്യമായിട്ട് പിടുത്തം കിട്ടിയൊരു മനുഷ്യൻ്റെ പേര് സാവൂളാണ്. നമുക്കറിയാം, സാവൂളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ സാവൂളിൻ്റെ വഴിയിലേക്കൊരു മിന്നൽ വന്ന് വീഴുക. ആ മിന്നൽ വെളിച്ചത്തിൽ അയാൾ അന്ധനായി പോവുക. ആ അന്ധതയിൽ അയാൾ കേൾക്കുന്ന ആ ഒരു ശബ്ദം ഇങ്ങനെയാണ്: സാവൂൾ, സാവൂൾ, നീ എന്തിനാണ് എന്നെ പ്രഹരിക്കുന്നത്? യേശുവിൻ്റെ ശബ്ദം. സാവൂൾ ആരെയും പ്രഹരിച്ചിട്ടില്ല. അല്ല, യേശുവിനെ പ്രഹരിച്ചിട്ടില്ല. യേശുവിനെ അന്ന് അറിഞ്ഞിട്ടും ആരും പ്രഹരിച്ചിട്ടില്ല. അയാൾ വാസ്തവത്തിൽ പ്രഹരിച്ചിട്ട് പോലുമില്ല. ഈ മനുഷ്യരിങ്ങനെ പ്രഹരിക്കുമ്പോഴും കലറിയുമ്പോഴും അവരെ മേൽവസ്ത്രം അഴിച്ചു മാറ്റുന്ന രീതി ഉണ്ടായിരുന്നു. അതിനുള്ളൊരു അനുഭവത്തിൻ്റെ പ്രകടനമെന്ന നിലയിൽ അയാൾ ആ മേൽവസ്ത്രങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന തരത്തിൽ ഒരർത്ഥത്തിൽ വെറുതെ ഇങ്ങനെ കാവൽ നിൽക്കുക മാത്രമായിരുന്നു, വെറുതെ ഓൺലുക്കർ മാത്രമായിരുന്നു. അയാൾ അതിനകത്തൊന്നും ഇടപെട്ടിട്ടില്ല. എന്നിട്ട് യേശു പറയുകയാണ്: നീ എന്തിനാണ് എന്നെ പ്രഹരിച്ചത്? അർത്ഥം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ എവിടെ മനുഷ്യൻ അപമാനിക്കപ്പെടുമ്പോഴും, എവിടെ മനുഷ്യൻ്റെ തോളിന് മീതെ ഇങ്ങനെ പ്രഹരം വന്ന് വീഴുമ്പോഴും, എവിടെ മനുഷ്യൻ്റെ തോൾ നീലിച്ചു പോകുമ്പോഴും ആത്യന്തികമായിട്ട് ഈ പറഞ്ഞ കോസ്മിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യത്തിന് പരിക്ക് പറ്റുന്നത്. അത്തരം ബോധങ്ങളിലേക്ക് ഉണരുക എന്ന് പറയുന്നതാണ് ശരിയായ ക്രിസ്തുബോധം എന്ന് പറയുന്നത്. അതിലേക്ക് വന്ന മനുഷ്യർക്ക് സ്വസ്ഥമായിട്ടിരിക്കാനായിട്ട് അവകാശമില്ല. അതുകൊണ്ടാണ് പണ്ടൊരു ബിഷപ്പ് ഇടയലേഖനങ്ങൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനൊരു വാക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചിരുന്നു: മേ ദ ലോർഡ് ഡിനൈ യു പീസ് ആൻഡ് ഗിവ് യു ഗ്ലോറി. രണ്ടാമതൊരാൾ പറഞ്ഞു: ഞാൻ എൻ്റെ അപ്പനെ അടക്കിയിട്ട് വരട്ടെ. അപ്പനെ അടക്കിയിട്ട് വരിക എന്ന് പറയുമ്പോൾ അപ്പൻ മരിച്ചു കിടക്കുന്ന അർത്ഥമൊന്നുമില്ല. അവരുടെ ഒരു ഭാഷാശൈലിയിൽ ഈ അപ്പനെ അടക്കുക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ വീടിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീർത്തിട്ട് വരാമെന്നുള്ളത് തന്നെ. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റി എന്നാണ് എൻ്റെ അർത്ഥം. യേശു പറഞ്ഞു: മരിച്ചവരടക്കട്ടെ, നീ ജീവനിലേക്ക് പ്രവേശിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ജീവിതം ചിലപ്പോൾ മാത്രം ചില പ്രചോദനങ്ങൾ നിങ്ങൾക്ക് വെച്ച് നീട്ടുമ്പോൾ അതിനർപ്പിക്കുക. ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി ആ കാര്യങ്ങൾ അമാന്തിക്കുമ്പോൾ ഈ പ്രേരണയും ഈ പ്രചോദനവും നാളെ ഉണ്ടാവുമെന്ന്, അല്ലെങ്കിൽ അടുത്ത നിമിഷം ഉണ്ടാവുമെന്ന് പോലും ഒരു ഉറപ്പില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഇതാണ് സ്വീകാര്യമായ സമയം. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പവർ ഓഫ് ലവ് ആണ്. ഈ പവർ ഓഫ് ലവ് പ്രചോദിപ്പിക്കുകയാണെങ്കിൽ സറണ്ടർ ടു ഇറ്റ്. കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയ ഒരു കാര്യത്തിനകത്ത് അത് പിന്നീട് ആവർത്തിക്കപ്പെട്ടിട്ടില്ല. ഈ സെക്കൻഡ് ഹാൻഡ് പുസ്തകമൊക്കെ കണ്ടിട്ട് കൈ പണമില്ലാത്തതിൻ്റെ പേരിൽ പിന്നീട് വന്ന് വാങ്ങാമെന്നൊക്കെ പറഞ്ഞു പോകുന്ന കണക്കാണ്. കയ്യിൽ യാത്രക്കുള്ളൊരു പണമുണ്ടോ? ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് ആ പുസ്തകം വാങ്ങുക. രാത്രി നീണ്ടു കിടക്കുകയല്ലേ, ഈ പുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നടന്നു പോകാവുന്നേ ഉള്ളൂ. നാളെ ആ പണവുമായിട്ട് നിങ്ങൾ വന്നിട്ട് ഇതേ വഴിയോര കച്ചവടക്കാരൻ്റെ അടുക്കൽ വന്നിട്ട് ആ പുസ്തകം ചോദിച്ചെന്നാൽ നിങ്ങൾക്ക് വേണ്ടി കരുതി വെക്കേണ്ട ഒരു ബാധ്യത തൽക്കാലം അയാൾക്കില്ല. അപ്പോൾ ഒരു കാര്യവും ഇങ്ങനെ നീട്ടിവെച്ചൂടാന്നുള്ളത് തന്നെയാണ് പ്രധാനം. അതെന്ത് കാരണം കൊണ്ടായാലും. വിശേഷം യഹൂദർക്കെന്ന് ഈ പറയുന്ന ഈ മരിച്ചവരടക്കുക എന്ന് പറയുന്നത് അത് അതിൻ്റെ ആചാരത്തിൽ എടുക്കുക, ലിറ്ററലായ സെൻസിൽ തന്നെ എടുക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമായിരുന്നു. നമ്മൾ ഈ തോബിത്തിൻ്റെയൊക്കെ ഒരു പുസ്തകത്തിനകത്ത് അയാൾ അന്ധനായി പോകുന്നത് വഴിയോരത്ത് ഇങ്ങനെ മൃതശരീരങ്ങൾ ഉപേക്ഷിക്കുന്ന കണ്ടിട്ട് സങ്കടപ്പെട്ട് രാത്രി അതിനെ ഇങ്ങനെ സംസ്കരിക്കാൻ പോകുമ്പോഴാണ്. കാരണം അത് അത്രയും പ്രഷ്യസായ ആ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു. നമ്മളീ പറയുന്ന 6 കാര്യങ്ങളില്ലേ, ഇങ്ങനെ എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു എന്ന് പറയുന്ന 6 കാര്യങ്ങൾക്കകത്ത് 7ാമതൊരു കാര്യമുണ്ടെന്നൊക്കെ സെഞ്ചറം ഉൾപ്പെടെയൊക്കെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന 7ാമതൊരു കാര്യം, ഞാനിങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു മൃതശരീരമായിട്ട് തെരുവിലായിരുന്നു, നിങ്ങളെന്നെ സംസ്കരിച്ചെന്ന് പറഞ്ഞൊരു വാക്കുകൂടിയുണ്ട്. അത്രയും പ്രഷ്യസായിട്ട് അത്രയും പ്രധാനപ്പെട്ടതായിട്ട് യഹൂദർ കരുതിയിരുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ മൃതരെ സംസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ എന്ത് പ്രഷ്യസാണെന്ന് കരുതുന്നൊരു കാര്യം പോലും നിങ്ങളെ സ്നേഹം വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു നിമിഷം തടഞ്ഞു നിൽക്കാനായിട്ട് കാരണമാകരുത്. അതിൻ്റെ
വിളി കേൾക്കുക എന്നുള്ളതാണ് രണ്ടാമത്. സ്നേഹം നിങ്ങളെ വിളിക്കുമ്പോൾ പോയിക്കൊള്ളുക. മൂന്നാമതായിട്ട് ഇങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വരാം. ഈശോ പറഞ്ഞു ഇങ്ങനെ കലപ്പയിൽ കൈവച്ച ഒരാൾ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഈ തിരിഞ്ഞു നോക്കലെന്നൊക്കെ പറയുന്ന പഴയ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം. നഗരം നശിപ്പിക്കപ്പെടുമ്പോൾ, നഗരത്തിലോട്ട് തീയും ഗന്ധമൊക്കെ ഇറങ്ങുമ്പോൾ ഒരു കുടുംബത്തോട് ഓടി രക്ഷപ്പെടാനായിട്ട് പറഞ്ഞു. വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത ഒരു സൂചനയുണ്ട്, ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. അയാളത് പാലിക്കുകയും അവളത് പാലിക്കാതിരിക്കുകയും ചെയ്തിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. അവളിങ്ങനെ അവിടെ നിന്ന് ഉപ്പുതൂണായിപ്പോയി. തിരുത്താനാവാത്ത, കുലീനമല്ലാത്ത ചില കാര്യങ്ങളിലോട്ടൊക്കെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വർത്തമാനം ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും അവനിണങ്ങിയ മട്ടിൽ ജീവിക്കാനൊക്കെയുള്ള താല്പര്യമുണ്ട്. നിരന്തരമായിട്ട് അവനെ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരിൽ അത്തരമൊരു കനലിങ്ങനെ പതുക്കെ പതുക്കെ ആളുന്നുമുണ്ട്. പക്ഷെ പ്രശ്നം ഇതാണ്, ഇത്തരം കൃത്യമായ ഇത്തരം സുഗന്ധമുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന വിധത്തിൽ അത്ര നല്ലതായിരുന്നു നമ്മുടെ ഭൂതകാലം. ഭൂതകാലത്തെ അവൻ്റെ കരുണയ്ക്ക് വിട്ടുകൊടുക്കുക, ആ വർത്തമാനത്തെ പ്രകാശമാനമാക്കുക. അപ്പോൾ ഈ ഒരു നിമിഷം മുമ്പുള്ളൊരു കാര്യം പോലും തിരുത്താനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷെ അടുത്ത നിമിഷത്തെ ആ ഭംഗിയാക്കാം, കുലീനമാക്കാം. അതുകൊണ്ട് ഭൂതകാലത്തിൽ സംഭവിച്ച പാളിച്ചകൾ അവനുള്ള ജീവിതം ജീവിക്കുന്നതിന് നിങ്ങൾക്കൊരു തടസ്സമാകാൻ പാടില്ല. അതിൻ്റെ കഥകൾ കൊണ്ട് നിങ്ങളുടെ പാദങ്ങൾ ഇങ്ങനെ കടലിൽ ഇങ്ങനെ കെട്ടാൻ പാടില്ല. ഈ കാരംസ് കളിക്കുന്ന കണക്കാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. സ്ട്രൈക്ക് ഫ്രം വെയർ യു സ്റ്റാൻഡ്. കണ്ടിട്ടില്ലേ ഇങ്ങനെ ജംഗ്ഷനിലൊക്കെ കുറച്ച് ചുമട് തൊഴിലാളി അവരൊക്കെ ചെയ്യുന്നൊരു കാര്യം, ഒരു കളിച്ചുകൊണ്ടിരിക്കുന്നൊരു കളി എന്ന് പറയുന്നത് മിക്കവാറും ഈ കാരംസിൻ്റെ ഒരു ബോർഡായിരിക്കും. കാരണം എപ്പോൾ വേണമെങ്കിലും വിളി വരുന്ന ആൾക്കാരാണ്. തിരിച്ചു വന്നിട്ട് വീണ്ടും ഈ കളി ആരംഭിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പലതരം കളികളുണ്ടായിട്ട് അവർ ഈ കാരംസ് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ല. കാരണം എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും. കണ്ട വിചാരങ്ങളെ കൃത്യമായിട്ട് ഒന്ന് ക്രോഡീകരിക്കുകയാണ്. അവൻ്റെ ആകർഷണത്തിൽ പെട്ടുപോയ മനുഷ്യർക്ക് അവിടുന്ന് കൊടുക്കുന്ന 3 മുന്നറിയിപ്പുകളാണ്. 1, നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. 2, ഒരു കാര്യവും മാറ്റിവെക്കാനുള്ള കാരണമാവരുത്. 3, ആ ഭൂതകാലം ഒരു കടമ്പയാവരുത്. എവിടെ നിന്നൊക്കെയോ ഇപ്പോഴും ഈ പ്രപഞ്ചത്തിൽ അവൻ്റെ ക്ഷണം മുഴങ്ങുന്നുണ്ട്. അതിന് കാതോർക്കുക. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.